ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ലാമിനേറ്റ് ചെയ്ത ഈ രൂപത്തിലുള്ള ആധാർ കാർഡാണോ? എങ്കിൽ വളരെ ഈസി ആയിട്ട് 50 രൂപ ചെലവിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ATM കാർഡ് പോലെയുള്ള PVC കാർഡ് ആക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആധാർ കാർഡ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. മൈ ആധാർ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. myAadhar.uida.gov.in. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ചെയ്യാൻ കാണിക്കും. ലോഗിൻ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ മുകളിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റാതെ കൃത്യമായിട്ട് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ ക്യാപ്ച എന്ന രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ഇവിടെ കാണുന്ന ആ ഒരു ക്യാപ്ച കൃത്യമായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകും, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്പേഴ്സും ഉണ്ടാകും. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ലോഗിൻ വിത്ത് OTP എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. അത് കൃത്യമായിട്ട് എൻ്റർ OTP എന്ന ഭാഗത്ത് തെറ്റാതെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റർ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ് ഇവിടെ ചെയ്യാൻ സാധിക്കും. 50 രൂപ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് UPI പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. താഴെ UPI എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 50 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ അഡ്രസ്സിൽ PVC ആധാർ കാർഡ് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.